നിങ്ങളെന്താ ഇവിടെ? മോളെ, ദേ നിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, നോക്ക്. ഹായ്. ഹായ് ഫ്രണ്ട്. സുബി, നീയും ഹായ് ഫ്രണ്ട് എന്ന് പറ. ഞാൻ ആദ്യമൊക്കെ എന്റെ അച്ഛനെ ഫ്രണ്ട് എന്നാ വിളിച്ചിരുന്നത്. ഹായ് ഫ്രണ്ട്. ഹായ്. എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ. എന്നാ ഫ്രണ്ട്സ് സംസാരിച്ചോണ്ടിരിക്കെ, ഞാനിപ്പോ വരാം. സുബി, സുബി, ഓക്കേ. ഐ നോ യു ഹേറ്റ് മീ എന്ന്. നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് മലയാളത്തിൽ പറയാൻ അറിയില്ലേ? എന്നാ മലയാളത്തിൽ സംസാരിക്കേ. എനിക്കറിയാം മോളെ, നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലെന്ന്. പക്ഷേ ഞാനിപ്പോ ആലോചിക്കുന്നത് നീ ഞങ്ങളുടെ കൂടെ കഴിയുന്നത് തികച്ചും സന്തോഷത്തോടെയാണോന്ന്. നിന്നെ ഒരിക്കലും എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കാൻ കിട്ടിയിട്ടേ ഇല്ല. ഇപ്പോഴാണ് നിന്നെ ഒന്ന് കിട്ടിയത്. അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഒന്ന് പറ, നീ ഞങ്ങളുടെ കൂടെ ഹാപ്പിയല്ലേ? നിന്നോടല്ലേ ആ ചോദിക്കുന്നത്? പറ. ഒന്ന് പറ സുബി, പ്ലീസ്. നിനക്ക് അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ അത് എന്നോട് പറ. സീതമ്മയുടെ കൂടെ ആവുമ്പോ സന്തോഷമുണ്ട്. ആണോ? സീതയും നിന്റെ കൂടെ ശരിക്കും ഹാപ്പിയാണ്. ഏത് സൽവാറ ഉടുക്കേണ്ടത്? അവരോട് തന്നെ ചോദിക്കാം. റാം, സിഹി. ആ സീത, എനിക്കൊരു സൽവാർ ഇട്ട് നോക്കി കൊള്ളാന്നുണ്ട്. ഏതാ ഇടണ്ടേ? ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നീ ഒരു ബേബി പിങ്ക് കളർ സൽവാർ ഇട്ടില്ലേ? അത് തന്നെ ഇട്ടാ മതി സീത. സുബി, എന്റെ ബർത്ത്ഡേന്റെ അന്ന് നിങ്ങൾ ഹെലികോപ്റ്ററിൽ വന്നില്ലേ? ആ ഡ്രസ് ഇട്ടോളാൻ പറ. സീതമ്മ, നിങ്ങൾ അന്ന് ഹെലികോപ്റ്ററിൽ വന്നില്ലേ? ആ ഡ്രസ് എടുത്തിട്ടോ. ഇതെന്താ അച്ഛനും മോളും ഇപ്പോ ഒരേപോലെ സംസാരിക്കുന്നത്? മോളെ, നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അശോക് പറഞ്ഞിരുന്നോ? അതെ എന്ന് പറ. ആ, അതെ. താങ്ക് യു സോ മച്ച് മോളെ. എല്ലാം ഓർത്തു വെച്ച് നീ സീതമ്മയ്ക്ക് ഒരു സംശയം തോന്നാത്ത വിധത്തില് പെരുമാറുന്നുണ്ടല്ലോ. മോളെ, നിന്നെ വീട്ടില് സീതമ്മ സ്വീറ്റ്സ് കഴിക്കാൻ സമ്മതിക്കാറില്ലല്ലോ. അതിൽ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതെ, നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് ഐ മീൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നീ എന്നോട് പറ, അല്ലെങ്കിൽ അശോകനോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ നിന്നെ കൊണ്ടുപോയി വാങ്ങിത്തരാം. കണ്ടില്ലേ എന്റെ അച്ഛൻ എത്ര നല്ലവരാണെന്ന്? എന്തിനാ റാം ചിരിക്കുന്നത്? ഇതെന്താ സീത, ഇത് എന്തൊരു ഡീറ്റെയിലിങ്ങാ. നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് നീ പൊട്ടു തൊട്ടത് ഈ സൈഡിലായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെയാണല്ലോ. അയ്യോ, ആണോ? ഞാനത് അറിഞ്ഞതേ ഇല്ല റാം. ഞാൻ മനഃപൂർവ്വം വെച്ചതേ അല്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ, നീ ടെൻഷൻ ആവല്ലേ, ഞാൻ ശരിയാക്കി തരാം.
സീതമ്മ കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ റെഡിയായി നിൽക്കുക. ബാ, നീയും റെഡി ആയിക്കോ. വാ എന്റെ കൂടെ, നമുക്ക് റൂമിലേക്ക് പോവാം. സിഹി, ഞാനിപ്പോ പഴയ സീതമ്മയായിട്ടാ വന്നത്. നീ ശ്രദ്ധിച്ചില്ലേ? ഇതെന്താ നീ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കണ്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? സുബി, ഫുൾ ഹാപ്പി എന്ന് പറ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ദൃഷ്ടി എടുക്ക്. ഫുൾ ഹാപ്പി. ശരിക്കും കൂട്ട് സീതമ്മ. കൂട്ടോ? അത് ക്യൂട്ടാ മോളെ. നീ വലിയ കുട്ടിയായിക്കൊണ്ടിരിക്കുക, കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കണ്ട. സുബി, ഇനി എന്റെ കൂടെ വാ. സീതമ്മ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാമേ. എന്ത്? ഇതാ എന്റെ സീതമ്മയുടെ റൂം ആണോ? നീ ഒരുപാട് സംസാരിക്കല്ലേ? സംസാരിക്കുവാണെങ്കിൽ പതിയെ സംസാരിക്കേ. ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ ധരിച്ച വസ്ത്രങ്ങളൊക്കെ അവിടെയുണ്ട്. നീ ആ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഓർമ്മ എടുത്തിടോ പ്ലീസ്. ആ, ഇതൊക്കെ എനിക്കിട്ട പാകാവോ? ഇതൊക്കെ ചെറുതായിട്ടുണ്ടല്ലോ. ആണോ? അവിടെ വേറെ ഡ്രസ്സുകളുണ്ട്. നിനക്ക് അതിനകത്ത് പാകാവുന്ന എടുത്ത് ഇടാമോ? പക്ഷെ ഇതെല്ലാം കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ ഒന്നും എനിക്ക് പാകാവില്ല. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ ഇട്ടോളാം. ആ, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. നീ ഇത് തന്നെ ഇട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. പോയാലോ? ഇവിടെ നിക്ക് നിക്ക്. അവിടെ ഹെയർ ക്ലിപ്പ് ഉണ്ട്, അതെടുത്ത് ഇട്ടോ. ഇതാ, അതല്ല സുബി, അപ്പുറത്തുള്ളത്. അത് തന്നെ. ഇതെങ്ങനെ വെക്കുക? അത് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ വെക്ക്. ഇവിടെ വെക്ക്. ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചാലും എനിക്ക് കഴിയില്ല സുബി. അതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ ചെയ്തോളാം. ഇങ്ങനെ വെച്ചോ. ഇനി നീയില്ലേ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോ. നിന്നെ കാണുമ്പോ അവർക്ക് സന്തോഷാവും. സീത, നീ എന്തോ കുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലാണെങ്കിൽ ഒരു സാധനം ഇല്ലല്ലോ. അത്രേ ഉള്ളോ? ഒരു കട തന്നെ ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരും, നോക്കിക്കോ. അതെങ്ങനെ? സീത, ഓ, മുത്തശ്ശി സ്റ്റോഴ്സ് വരുന്നുണ്ടല്ലോ. സീത, ഇതിനകത്ത് പച്ചച്ചീരയും ക്യാബേജും സവാളയും തക്കാളിയും മല്ലിയിലയും ഒക്കെ ഉണ്ട്. താങ്ക് യു അമ്മേ. ഇന്ന് ചീരക്കറി ഉണ്ടാക്കാം. റാമിന് സേക്കൊക്കെ ഭയങ്കര ഇഷ്ടാ. ഇത് വെച്ച് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. നീ എന്തിനാ മോളെ ഇതൊക്കെ ഉണ്ടാക്കി ബുദ്ധിമുട്ടുന്നേ? എല്ലാം ശാന്ത തന്നെ വച്ചുണ്ടാക്കിക്കോളും. അച്ഛാ, ഞാൻ റാമിനോട് പ്രോമിസ് ചെയ്തതാണ്, ഇന്ന് ഞാനിവിടെ പഴയ സീതയായിരിക്കുമെന്ന്. ഇന്ന് ഇവിടുത്തെ അടുക്കള എന്റെ മാത്രം. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എന്റെ സീമോൾ എവിടെ? സിഹി, എന്റെ മോളെ.
എന്റെ ചക്കര മോള് പിന്നെയും കുട്ടി സിഹിയായിട്ടുണ്ടല്ലോ. ഞാൻ പണ്ടത്തെ പോലെ റെഡി ആയതുകൊണ്ടാണോ നീ റെഡി ആയത്? കള്ളി. അച്ഛനൊരു ആഗ്രഹം പറഞ്ഞതാ, അതുകൊണ്ടാ ചെയ്തെന്ന് പറ സുബി. സുബി, അതുകൊണ്ടാണെന്ന് പറ. അച്ഛന്റെ ഒരു ആഗ്രഹമല്ലേ, അതുകൊണ്ടാ. കണ്ടോറാം, നിങ്ങളുടെ വാക്കിന് അവള് വലിയ വില കൊടുക്കുന്നുണ്ട്. ശരി, ഞാനും എന്റെ മോളും എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കട്ടെ. വാ 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 വാ. റാം, ആ അടുക്കളയിൽ നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്ക് പുറത്തു പോയി കളിക്കാന്ന്. സീത ഇന്ന് എന്നെ അടുക്കളയിൽ കേറ്റില്ല. നിങ്ങൾ രാമും കൂടെ ഇവിടുന്ന് പുറത്തു പോയാ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? ഞാനും വരുന്നുണ്ട്. ആവട്ടെ, വാ. സിഹി, മുൻപ് നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ, നിനക്ക് ഈ തിണ്ണയില് കേറാൻ പറ്റില്ലായിരുന്നു, സ്റ്റൂള് വെക്കണായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, നീ വലിയ കുട്ടിയായി. സീതമ്മ, ഇന്ന് നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നേ? കറിയുണ്ട്, തോരൻ, പിന്നെ ചപ്പാത്തി. അതെനിക്കറിയില്ലേ. ചപ്പാത്തി ഉണ്ടാക്കാം. സീതമ്മ, ഞാൻ പച്ചക്കറി അരിഞ്ഞു തരട്ടെ? വേണ്ട മോളെ, നിന്റെ കൈ എങ്ങാനും മുറിഞ്ഞാലോ ഞാൻ തന്നെ അരിഞ്ഞോളാം. എല്ലാം നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നേ? നിങ്ങൾക്കൊരു ഒഴിവൊന്നും വേണ്ടേ? ഒഴിവൊന്നും വേണ്ടേ? എനിക്കിപ്പോഴും ഒന്നും വേണ്ട. ഞാൻ സഹായിച്ചാ വേഗം വേഗം പരിപാടിയൊക്കെ തീരില്ലേ? ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലേ സിഹി? നീ എങ്ങനെ ഇത്ര നല്ല കുട്ടിയായത്? അതെന്താണെന്നോ, എന്റെ അമ്മ നല്ലവളാണ്, അതുകൊണ്ട് ഞാൻ നല്ലവളാണെന്ന് പറ സുബി. എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും നല്ലത് ചെയ്താൽ നമുക്ക് എപ്പോഴും നല്ലത് നടക്കുമെന്ന്. സുബി, എന്തിനാ ഇങ്ങനെ പറഞ്ഞേ? ഞാൻ ഇങ്ങനെയൊന്നും പറയാറേ ഇല്ല. ആരാ നിന്റെ അമ്മ? നിങ്ങള്. ഞാനാണോ? 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 കലിയുഗത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കും. അതിന്റെ തെളിവാ സിഹി ജീവനോടെ തിരിച്ചു വന്നത്. റാം, സീതയും സിഹിയും സന്തോഷത്തോടെ നിൽക്കുന്നത് കണ്ടിട്ടങ്ങോട്ട് മതിയാവണില്ല, അല്ലേ മോനെ? ദൈവം നമ്മുടെ ആയുസ് സീതയ്ക്ക് സിഹിയും കൊടുക്കട്ടെ. ആ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക്. എന്തുപറ്റി? എന്താടി? ഒന്നുമില്ല സീതമ്മ. ഇപ്പൊ നീ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലെങ്കി എന്താ കാര്യം പറഞ്ഞിട്ട് പോയാ മതി. സീതമ്മ വേണ്ട. സിഹി, അവിടെ നിൽക്ക്. സിഹി, സിഹി, അച്ഛന്റെ പുറകെ പോയി ഒളിച്ചു നിക്ക. റാം, അവളെ പിടിക്കേ. അവളെ വിടലേ റാം, പിടിക്കവളെ. സിഹി,
മന്ത്രമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ മഴവില്ല് പൂക്കുമ്പോൾ ഹൃദയവാതിലോരമായി നീ നിന്നുവോ പ്രണയവീണയാർദ്രമായി നീട്ടിയോ ഏട്ടാ എന്തൊരു സന്തോഷം അവർക്ക്. അതെ ശാന്ത, അവരെ ജീവിതം മുഴുവനും സന്തോഷായിട്ട് ഇരുന്നേച്ചാ മതി. പഴയൊരോർമകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി ഇരു കൈകളും കോർത്തൊരേ പാതയായി നാം പോകവേ ഇരു ശ്വാസവും ചേർന്നൊരേ ഈണമായി നാം മാറവേ ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ പ്രണയതന്ത്രി നീട്ടുവാനെൻ പ്രാണനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ മഴവില്ല് പൂക്കുമ്പോൾ സീതാരാമ ഓ സീതാരാമ രാഹും മതി, നനഞ്ഞു കുളിച്ചു. ഇനിയും നനഞ്ഞ പനി പിടിക്കും. വാ, അകത്ത് കയറാം. ഇപ്പോഴെന്താ മഴ നിർത്തണോ? അതങ്ങ് നിന്നോളൂന്നേ. ആ, നിങ്ങൾ പറഞ്ഞ നിന്നോളൂ. ഇതെന്താ ഇത്? മഴ എങ്ങ് നിന്നല്ലോ. ഇനി എന്താ മഴ വീണ്ടും വരണോ? അതങ്ങ് വന്നോളൂന്നേ. ഇതെന്ത് മാജിക് ആറാം? അശോക്, ഇത് നിങ്ങളുടെ പണിയാണോ? മോളെ, തല നന്നായിട്ട് തോർത്തണം നിനക്ക്, അല്ലെങ്കിൽ പനി പിടിക്കും. സിഹി, ഇഷ്ടായോ നിനക്ക് മഴയത്ത് കളിച്ചത്? എനിക്ക് മഴയെന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. ഇതെന്താ നീ ഇപ്പോ അതിഷ്ട ഇതിഷ്ടന്നൊക്കെ എന്നോട് പറയുന്നേ? നിന്റെ അമ്മയാടി ഞാൻ. എനിക്കറിയില്ല നിനക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്നൊക്കെ. മേഡം, എനിക്കും കുറച്ച് സ്മോക്ക് തന്നെ അത്യാവശ്യമായിട്ട്. മേഡം ഞാനും നനഞ്ഞാലേ എനിക്കും പനി വരില്ലേ? സോറി മോളെ. ഒന്നും കൂടെ ഇതേപോലെ തലയിലൊന്ന് മുട്ട്, അല്ലെങ്കിൽ എന്റെ തലയില് കൊമ്പ് വരില്ലേ? കൊമ്പ് വരും. ആ, ഇനി കുഴപ്പമില്ല. എന്റെ വയറ് കാളിയിട്ട് പാടില്ല. സീതയാണെങ്കിൽ ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം സീതയുടെ കൈപ്പുണ്യം അറിയാനുള്ള ഭാഗ്യം വീണ്ടും കിട്ടുന്നേ. വന്നേ വന്നേ, വല്ലതും കഴിക്കാൻ നോക്കാം.
ഭക്ഷണം എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ കഴിയില്ലല്ലോ. അമ്മ ഈ വിളമ്പിത്തരുന്ന ഫോർമാലിറ്റിക്ക് എന്തിനാ? നിങ്ങൾക്ക് ഞങ്ങളോട് ഇന്ന് കഴിച്ചാ പോരെ? ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ വന്ന് കഴിച്ചോളാം. അതൊന്നും പറ്റില്ല സീത, ഇരുന്നമ്മേക്ക്. റാം. അമ്മേ നിങ്ങൾ പോയിരുന്നമ്മേ. അമ്മ ഇരിക്കെ, ഇനി ഇരിക്കാതെ റാം വിടത്തേയില്ല. ഓ സേ, നീ ഇവിടെ ഇരുന്ന് കഴിച്ചോ, ഞാൻ പിന്നെ അങ്ങനെ കഴിക്കാം. ഇല്ല സീതമ്മ, നിങ്ങൾ എനിക്ക് വാരി തന്നാ മതി. എന്റെ ശക്കര മോക്ക് ഞാൻ ഒരു പിടി വാരിത്തരാം. ഞങ്ങളുടെ സിഹിമോക്ക് ഞാൻ ഒരു പിടി വാരി കൊടുത്തില്ലേ അവളുടെ വയറ് നിറയോ? വാ മോളെ. ഈ ആഘോഷങ്ങൾ വാരി തന്ന എന്റെ ബേബി അത് കഴിക്കാതിരിക്കില്ല അല്ലേ? റാം, നിങ്ങളും വാരി കൊടുക്ക്. സിഹിമോളെ, ഇനി അച്ഛനും കൂടെ വാരി തന്ന എല്ലാരും കൂടെ ഒരു റൗണ്ട് നിനക്ക് വാരി തന്ന പോലെ.